ബൈ ദ ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇനി ഡിപ്പില്ല, എല്ലാം പോയി. ഏറ്റവും താഴത്താണ് ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നത്. എന്തത് ഇന്ത്യൻ മാർക്കറ്റിന്റെ അവസ്ഥ? ഞാൻ വെറുതെ ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ഡിപ്പിലാണല്ലോ, ഒന്ന് കയറുന്നുള്ളിടത്തോളം ഞാൻ വെറുതെ പോയിട്ട് കുറച്ചൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി. പിറ്റേ ദിവസം തന്നെ ടെക്ക് എന്ന് പറഞ്ഞ് വീണ് പൈസ എല്ലാം പോവാണ്. എന്തിട്ട് ഇങ്ങനെ കളിക്കുന്നേ? ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് തരണ്ടേ? ഇത് ചെറിയൊരു അപ്പ് വരുന്നു, FIIs സെല്ല് ചെയ്യാൻ കാത്തിക്കുകയാണ്, ദെൻ അടുത്ത താഴെ വീഴുന്നു, ദെൻ വീണ്ടും ചെറിയൊരു അപ്പ് പോകുന്നു, ദെൻ അടുത്ത താഴെ വീഴുന്നു. എന്തപ്പത് അവസ്ഥ? ഇന്ത്യൻ മാർക്കറ്റിൽ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി എന്താ അറിയോ? നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം റുപ്യ ഇങ്ങനത്തെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതിയെ. 10 ലക്ഷം നിങ്ങളെടുത്തുണ്ടെങ്കിൽ അതിൽ 1 ലക്ഷം റുപ്യ ഇപ്പം ഇടുക. ദെൻ അടുത്ത ഡിപ്പിൽ വേറൊന്ന് വരാനുണ്ട്, ഒരു ആവറേജിങ് സോണ്, അവിടെ നിന്ന് അടുത്ത 1 ലക്ഷം കയറ്റുക. അങ്ങനെ 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 കുറച്ച് സോൺ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സ്ഥലങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാണ്ട് കയ്യിലുള്ള പൈസയൊക്കെ കൊണ്ടുപോയിട്ട് അതിൽ ഇടാൻ നിൽക്കല്ലേ, പണി കിട്ടും. കാരണം എവിടെ പോയി ഇത് അവസാനിക്കുന്നോ, എവിടെ പോയിട്ട് ഇതിൻ്റെ ഡിപ്പ് അവസാനിക്കുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ബൈയിങ് ദ ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇനി ആരും വരണ്ട. ഈവൻ ഫണ്ടമെന്റലിയും പ്രൈസ് ടു ഇക്വിറ്റി റേഷ്യോയും ROEയും ROCയും ചാർട്ടും എല്ലാ തേങ്ങ മാങ്ങ എല്ലാം നോക്കിയിട്ടപ്പോൾ ഈ അവസ്ഥ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെറുങ്ങനെങ്കിലും താഴെ പോകും. അപ്പോൾ നമ്മൾ അവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ആവറേജിങ് എന്നുള്ള ഒരൊറ്റ ടെക്നിക്ക് കൊണ്ട് മാത്രം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ.